ഷുഗർ എങ്ങനെ കളിയാ? നോർമലാ, ഗുളിക കഴിക്കട്ടോ. ഗുളിക കഴിക്കാതിരുന്ന നോർമലാ. കൊള്ളാം. അപ്പോഴേ കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? നന്നായിരിക്കുന്നു. അറിയാം, നമ്മള് വൈകില്ല, പെട്ടെന്നാവണേ. നേരെ ചെന്ന് നടരാജന് തിരക്കുള്ള ആളാണ്. ATM പോകുന്നു, കാശെടുക്കുന്നു, കാശെടുത്ത് എൻ്റെ തരുന്നു, ഞാൻ നടരാജൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അളിയൻ ആ ഓട്ടോയിൽ തന്നെ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഓക്കെ. അല്ല ചേട്ടാ, ഈ മറ്റേ പേപ്പർ കിട്ടിയില്ലല്ലോ, അത് കിട്ടി കഴിഞ്ഞിട്ട് പൈസ കൊടുത്താ മതിയില്ലേ? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത് തങ്കം. ഇത് എവിടുന്ന് നാട്ടു നടപ്പാണ്? അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇടപെടരുത്. സർക്കാർ കാര്യങ്ങൾക്ക് അതിന്റെ കുറെ ചിട്ടവട്ടങ്ങളുണ്ട്. പിന്നെ ആ പേപ്പറൊക്കെ നീങ്ങണം, അതിന്റെ രീതികളുണ്ട്. അത് ശരിയാ. അതെ ഞങ്ങളെ, അത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ശുഷ്കാന്തി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കളിയാ. ഇവക്ക് വല്ല അടുക്കളയിൽ കിടന്നിട്ട് ഒരു അല്ല, കാര്യമൊക്കെ പെട്ടെന്ന് സാധിക്കും. ഉദ്ഘാടനത്തെ ഞങ്ങളെ വിളിക്കാൻ മറക്കല്ലോ. പിന്നെ വിളിക്കാതിരിക്കും. അമ്മച്ചിക്ക് ഇത്രയൊക്കെ പ്രായമായ അത്ര ദൂരമൊക്കെ വരാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ കനകന്റെ അടുത്ത് പോകത്തില്ലേ ആലപ്പുഴ വരെ, പിന്നെയാണ് കായംകുളത്ത് വരാൻ. കരുനാഗപ്പള്ളിയില്ലേ കഴിക്കേ. അപ്പൊ ഇനിയിപ്പോ എങ്ങനെയാ? അപ്പൊ ആ വഴി അങ്ങ് പോവായിരിക്കും അല്ലേ? തമ്പാനൂര് എന്നിട്ട് ബസ് കയറി അങ്ങ് പോകും. പിന്നെ കഷ്ടായി പോയി. ഉച്ചയ്ക്ക് ഊണും കൂടി കഴിച്ചിട്ട് അങ്ങ് പോവായിരുന്നു. ശരിയാണല്ലോ, ഊണ് കഴിച്ചിട്ട് ഞാൻ പിന്നെ ഹോട്ടലിൽ പോയി പ്രത്യേകിച്ച് ഊണ് കഴിക്കണ്ട ഇല്ലേ അമ്മച്ചി? ഇങ്ങനെ ഒരു മുതല് ഒരു ഓർമ്മയില്ല. അമ്മാവന്റെ വീട്ടിൽ പോണ്ടേ? എന്തിന്? അമ്മാവൻ പോണോന്ന് പറഞ്ഞു നമ്മൾ അമ്മാവന്റെ വീട്ടിൽ പോണ്ടേ? മറ്റേ അയ്യോ, ഭയങ്കര മറവി. ഈയിടെയായിട്ട് അമ്മാവൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കല്ലേ ഓർമ്മ വരുള്ളൂ. എന്നാലേ അളിയ, ഞാനിവിടെ വരാം. നിനക്കൊരു സഹായമാവുമല്ലോ. അമ്മാനെ കണ്ടിട്ട് ഒരുപാട് കാലമായി. എന്തിന് തിരക്ക് അവിടെ പോയിട്ട് ഉദ്ഘാടനം ഒന്നും ചെയ്യും. എനിക്കൊന്ന് കാണാമല്ലോ. അമ്മാവനെ കാണാമെന്നില്ല, പഴയ പോലെ തന്നെ. ഇവിടെ അമ്മാവന്റെ വീട് 46 കിലോമീറ്റർ ദൂരം പോകണം. മാത്രമല്ല 2.5 കിലോമീറ്റർ നടക്കണം. എന്തിനാണ് നീ ഇതൊക്കെ വെച്ചോട്ട് വലിഞ്ഞു നടക്കണം? എന്തോന്നിനും അങ്ങോട്ട് വലിഞ്ഞേറി പോണത്? അതമ്മാ മറ്റേ അവിടുത്തെ അടുത്ത വസ്തുക്കാരല്ലേ, അയാളായിട്ട് വീണ്ടും പ്രശ്നം. അതൊന്ന് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനായിട്ട് എന്നെ വിളിച്ചേക്കണം. അത് അവൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലല്ലോ. അമ്മ ഉറങ്ങുമായിരുന്നു. അപ്പൊ അമ്മ അതുകൊണ്ട് ഞാൻ പറയായിരുന്നതാ, നമ്മൾ ഒരുമിച്ചാ പോണേ. അത് ഇന്ത്യയിൽ തന്നെയുള്ള സ്ഥലമല്ലയോ? ആണ്, പക്ഷേ അത് മാത്രമല്ല, ഈ വഴിവിട്ട വല്ലതും തർക്കം വല്ലതും ഉണ്ടാകണേ ഞാനും നിന്റെ കൂടെ നിൽക്കുന്ന എനിക്കൊരു സഹായം. നീ ഇപ്പൊ ശ്രദ്ധിക്കാനുള്ളത് നിന്റെ ബിസിനസ്. അത് ശ്രദ്ധിക്കും. ഇനിയിപ്പോ സമയം കളയണ്ട, വേഗം ഇറങ്ങിക്കോ. ഒരു കാര്യം ചെയ്യിട്ടോ, ഞാനും അമ്മയും കൂടി അങ്ങ് പൊക്കോളാം അമ്മാവന്റെ അടുത്ത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നടത്തും. അങ്ങളിന് പെട്ടിയൊക്കെ എടുത്തോണ്ടോ? അല്ല, കഴിച്ച് കഴിച്ചിട്ടേ മതി. ഇനിയിപ്പോ ബാക്കി നടരാജൻ തിരക്കാണ്. മതി, ബാക്കി വഴിന്ന് കഴിക്കാം. പിന്നെ ഒന്ന് വഴി കഴിക്കാം. അല്ലെങ്കിൽ 2 പൊതിഞ്ഞെടുത്തോട് ഇച്ചിരി കറി കഴിച്ചു. നടരാജൻ വിചാരിച്ചാൽ ഇത് നടക്കൂ. പിന്നെ തങ്കം, ഞങ്ങൾ ഇറങ്ങാന്നേ. അവൾ അവിടെ എന്തോ പണിയും. അല്ല, അതെ നടരാജനെ നമുക്ക് വിശ്വസിക്കാമല്ലോ അളിയ. എന്റെ അളിയ, ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിനകത്ത് സ്വന്തം തറവാട്ടി കയറി ചെല്ലും പോലെ പോകാൻ പറ്റുന്ന ഒരാള് ഞങ്ങളുടെ പാർട്ടിയുടെ നടരാജനേ ഉള്ളൂ. പിന്നെ അവൻ വിചാരിച്ചാലേ നടക്കുള്ളൂ. അല്ല, എന്നാലും ഒരു 6 മാസം ഇത് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ഒരു 3 മാസത്തിൽ തുറന്ന ബുദ്ധിമുട്ടുവല്ലോ ഉണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, നോക്കിക്കോ. ചിലപ്പോ നാളെ തന്നെ സംഭവം ശരിയാവും. ശരിയായി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തുറന്നൂടെ? അയാളും കൂടെ നടന്നു വരെയല്ലോ. നേതാവ് ഇന്നലെ എന്റെ അടുത്ത് 15,000 ഇതുവരെ ഇത്ര രൂപയുടെ കാര്യം അത് ഞാൻ പിന്നെ പറയാം. അത് ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രവർത്തകനാ, ഉണ്ണികൃഷ്ണൻ. അതെ, പാർട്ടിയുടെ വലിയൊരു പ്രവർത്തകനാ. ഇതുവരെ ഒന്നും ആവാത്തതിന്റെ ഒരു ചുരുക്കുണ്ടേ പുള്ളിക്ക്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നേതാക്കളുടെ പേര് പറയും, ഇടയ്ക്കിനി പറയും ക്ലീറ്റസ് എന്ന് പറയും, ഇരിക്കുന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ പേര്. ഉണ്ണികൃഷ്ണ, നടരാജ് ഉണ്ണികൃഷ്ണ, വാ ഒരു സാധനം എടുത്ത് കൊടുക്കാണ്ട്. കൊടുത്തിട്ട് ഇപ്പൊ വരാം. ഉണ്ണികൃഷ്ണ, ഒന്ന് കേറി വാ ഇങ്ങോട്ട്. ഉണ്ണികൃഷ്ണ, ഞാൻ നടരാജനല്ലേ? ഈയിടെ കുറച്ച് സമയത്തേക്ക് നീ ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. ഞാൻ അങ്ങനെ നിന്നെ വിളിക്കൂ. അപ്പൊ നടരാജനോട് പോയി ആ പുറത്ത് നിൽക്കുന്നില്ലേ, അതിന്റെ പഴയ ഒരു കൂട്ടുകാരനാ. അവന് സെക്രട്ടേറിയറ്റിൽ എന്നെ കൊണ്ടൊരു ആവശ്യം സാധിക്കാനുണ്ട്. ആ ആവശ്യം സാധിക്കാനായിട്ട് ഞാനിപ്പോ നടരാജനെ പറഞ്ഞു വിട്ടേക്കുക. നടരാജൻ അതിന് പോയേക്കുക. ആ ആവശ്യം സാധിച്ചു വരണവരെ നീ ഉണ്ണികൃഷ്ണനാണ് കേട്ടാ.
കാര്യങ്ങൾ മനസ്സിലായോ? അത് മനസ്സിലായി അല്ലേ? ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് മാറി വേറെ എന്തെങ്കിലും പേരായി കൂടെ? ഉണ്ണികൃഷ്ണൻ പേരിൽ ഇപ്പം എന്താ കുഴപ്പം? നടരാജന്റെ പേര് വല്ല ഒരു എടുപ്പില്ല. എന്റെ പേര് കടവൽക്കതിരെന്നാക്കിയ കടവൽ ഖജനെന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇവനെ പരിചയപ്പെടുത്തുമ്പോൾ നിന്റെ പേര് കടവൽ ഖജൻ എന്ന് പറയാം. ഇവ ഇനിയും വേറെ ആവശ്യമായിട്ട് വരും, അപ്പോഴത്തേക്ക് കടവൽ ഖജൻ എന്ന് ഞാൻ പറയാം കേട്ടാ. ഇപ്പൊ ഉണ്ണികൃഷ്ണനാണ്. മര്യാദയ്ക്ക് സഹകരിച്ച് നിന്നാൽ ഈ കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരു 15,000 രൂപ കിട്ടും കേട്ടോ. അപ്പൊ അത് മറക്കരുത്. ഇല്ല, മറക്കില്ല. അപ്പൊ നടരാജൻ എവിടെ പോയിരിക്കുന്നു? സെക്രട്ടേറിയറ്റിൽ പോയിരിക്കുന്നു. നീ ആരാണ്? ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ നടരാജൻ സെക്രട്ടറി പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ആകാൻ വേണ്ടി മുഖ്യമന്ത്രിയെ കണ്ട് എന്തോ ഞാൻ പോവാൻ പോണേ. ഒരു റെസിപ്റ്റ് ബുക്ക് എടുക്കാൻ വേണ്ടി വന്നതാ. ആരുമില്ല, ഞാൻ തന്നെ. ഞാൻ ഇങ്ങനെ ചുമ്മാ വെറുതെ പാട്ടൊക്കെ പാടി ഡയലോഗൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിങ്ങനെ ഞാൻ ഇറങ്ങിയാ. ഓർമ്മയുണ്ടല്ലോ? ഒന്നും മിണ്ടരുത്. ഇല്ല. ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ. അതെ, കാര്യങ്ങൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ? നീ ഉണ്ണികൃഷ്ണനാണ്. ബാക്കിയെല്ലാം ഞാൻ സംസാരിക്കും. ഒന്നും മിണ്ടരുത് ആവശ്യമില്ലാതെ. അവനങ്ങോട്ട് പോയി. ആള് വന്നു. ആളെന്തോടെ? അമ്പളേക്കുട്ടാ, അമ്പളേക്കുട്ടാ, നീ എപ്പോഴും വന്നു? കുറച്ചു നേരം. എന്ത് നീ വന്നപ്പോഴേ ഇവിടെ ഒരു ആൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ഉയരമുള്ള വെളുത്തിട്ടൊരു ആൾ ഇവിടെ നിന്നാ, ചെക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഇവിടെ ആ ഒരാളുണ്ടായിരുന്നു. എന്നിട്ട് അങ്ങോട്ട് പോയി. നമ്മൾ നാട്ടിൽ തന്നെ തിരിച്ചു കയറി പോയല്ലോ. പോയോ? ആ അല്ല, അയാൾ 15,000 രൂപ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വേറൊന്നും പറഞ്ഞില്ലേ? വേറെ എന്താ പറയാ, ഞാൻ ആരാണെന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല, ചിരിച്ചു കാണിച്ചു. കയറി പോണുണ്ട്. ഇല്ല, ഒന്നുമില്ല. അയാൾ എന്നെ കാണാൻ വേണ്ടി വന്നാ. ഞാൻ ഒന്ന് നിൽക്കാൻ പറഞ്ഞിട്ട് വന്നപ്പോൾ ആളിനെ കാണാനില്ല. അത് അല്ല, പോണ പറഞ്ഞില്ലേ? ഇല്ല, എൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. പോണ വഴിക്ക് ആട്ടക്കാരോട് പറഞ്ഞ കേട്ടു. ഇവിടുത്തെ അടുത്ത ATM എവിടെ ഉണ്ടെന്ന് ചോദിക്കുന്ന കേട്ടു. ATM അതാണ്. ATM ചോദിച്ചു പോയല്ലേ? ഒരു കാര്യം ചെയ്തു, വിളിച്ചോര്, ഫോൺ വിളിച്ചോര്. എനിക്കറിയാതെ നീ ഇനി അത് പറഞ്ഞൊന്നും തരണ്ട. പിന്നെ നമ്പറില്ല. നമ്പർ അയാളെ വിളിച്ച് ചോദിച്ചാ പോരെ? ഇപ്പൊ കൂട്ടുകാരാന്ന് പറഞ്ഞ നമ്പറൊന്നും ഇല്ലേ? ഫോൺ നമ്പർ നീ നിന്റെ കാര്യം നോക്കണേ. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ആണോ? അല്ല, നമ്മൾ കണ്ടിപ്പോ എത്ര കാലമായി? ഒരു 6 മാസത്തോളമായി കാണും. 6 മാസമായി കാണും. 6 മാസം മുമ്പാണല്ലോ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുന്നത്. ആ ശരി. എന്നാലും എനിക്ക് അഭയചേട്ടനെ കണ്ടപ്പോഴേ മരുഭൂമിയിൽ മഴ പെയ്ത അവസ്ഥ. ദുബായ് ഒക്കെ അങ്ങോട്ട് മിസ്സാവും അഭയൻ ചേട്ടാ. അയ്യോ, ഇപ്പൊ അവിടൊക്കെ എപ്പൊ അവിടുത്തെ എന്തുണ്ട് പിന്നെ? എന്ത് പറയാ, അങ്ങനെ പോകുന്നു. കുഴപ്പമൊന്നുമില്ല, മുട്ടിയൊക്കെ പോകുന്നു. നിന്റെ ബിസിനസ് എങ്ങനെയുണ്ട്? എന്റെ ബിസിനസ് ഒക്കെ വളരെ നന്നായിട്ട് പോകുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വന്ന ശേഷം വലിയ ഇച്ചിരി ഡിമ്മാ. പിന്നെന്തുവാ, മാസം എന്തുവാ 5-10 ലക്ഷം രൂപ കിട്ടിയോണ്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ വല്ലതും ആവുമല്ലേ? 10 ലക്ഷം 10 പറഞ്ഞാൽ 5-8 ലക്ഷമെങ്കിലും കിട്ടിയേക്കും. കിട്ടും. ഞാൻ അപ്പഴേ പറഞ്ഞ ദുബായിന്ന് പോരണ്ടാന്ന്. 5 ലക്ഷം കിട്ടും, മാസം കിട്ടും. മാസം എല്ലാ മാസവും കാണത്തില്ല, ചിലപ്പോ 4, ചിലപ്പോ 3. അല്ല, അത് പിന്നെ ബിസിനസ് അല്ലയോ, കയറി ഇറങ്ങിയൊക്കെ 50,000 രൂപ 25,000 രൂപ വരെ കിട്ടുന്ന മാസങ്ങളും ഒക്കെ കാണും. അല്ല, അത് വർഷത്തിൽ 12 മാസം. സ്വഭാവത്തിന് ഒരു മാറ്റവും അറ്റം പിടിച്ചിട്ട് താഴെ ഇറങ്ങിക്കോളും. പിന്നെ മിച്ചമുള്ള ഒരു മാസം ഞാൻ നാട്ടിൽ വരും. അതൊക്കെ പോണ്ടേ, നമ്മുടെ മറിയച്ചേട്ടത്തേക്ക് എന്ത് പറയണു? ഏത് 8-ാം നമ്പർ ഫ്ലാറ്റില്? തടി പറഞ്ഞോ? അയ്യോ, തടി ഇപ്പൊ കൂടി വരിക. ഇപ്പൊ എനിക്കൊന്ന് ഗർഭിണിയാന്ന്. ഭയങ്കര ജിമ്മിന് പോയി അവിടെ ബർഗർ തിന്നോണ്ടിരിക്കും, ഒന്നും ചെയ്യൂല. പിന്നെ നമ്മുടെ മറ്റേ ഫിലിപ്പീനി പെണ്ണ കാണാൻ നല്ല വെളുത്ത ഫിലിപ്പീനി അവള് പോയോ? നാട്ടിൽ പോയി. ഉമ്മയടത്തേക്ക് സന്തോഷമായി കാണും. അല്ല, അത് ഉമ്മ എങ്ങനെയുണ്ട്? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ചെറുക്കാൻ ഇപ്പൊ +2 അല്ലേ? +2. ലാലു പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മേളത്തെ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നവര് കാണാൻ കൊള്ളാറ്റാത്ത ഒരു പെണ്ണുമ്പിള്ള. എന്താണ് അവളുടെ പേര്? ലിസി. അവള് ഒരു ഉസ്ബെക്കിസ്ഥാൻകാരന്റെ കൂടെ ഒളിച്ചു.
ഇപ്പൊ അവിടെ ഭർത്താവ് സന്തോഷമായിട്ട് കഴിയും. ഈ പഴയ സ്വഭാവം ഇതുവരെ മാറി എല്ലാവരും അല്ല അവൾക്ക് അങ്ങനെ തന്നെ വേണം. പിന്നെ എന്തൊരു ജാടയായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് തവണ നോക്കിയപ്പോ തന്നെ അവളിനെ ചീത്ത വിളിച്ചു പോലെ ഏതാണ്ടൊക്കെ പറഞ്ഞു. അവൾ അവളാ മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ടേ എന്നെ നോക്കിയിട്ട് ഭയങ്കര ഒരു പുച്ഛ എപ്പോഴും. അവള് മെലിഞ്ഞിട്ടാണോ പിന്നെ സാധനം കാണാനേ ഉള്ളത്തില്ല. നമ്മൾ നോക്കിയത് തന്നെ അവളുടെ ഭാഗ്യം എന്ന് കൂട്ടിയാണ്. അപ്പം അല്ലെങ്കിൽ അവിടെ വിട്ട് ഇങ്ങോട്ട് ബിസിനസ് ചെയ്യാനുള്ള അതിപ്പോഴേ അളിയ അവിടെ ഒന്നും ഇനിയുള്ള കാലമൊന്നും ഒരുപാട് കാലമൊന്നും നമുക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നാട്ടിൽ എന്തെങ്കിലും ഒരു സെറ്റിൽമെന്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓരോരോ കാലഘട്ടങ്ങളിലേ എനിക്ക് ഓരോരോ ബുദ്ധി തോന്നുമല്ലോ. ശരിയാ. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ചിന്താഗതി വന്ന ഒരു പുതിയ ബിസിനസ് തുടങ്ങണം. അത് നമ്മൾ വാഴപ്പിണ്ടിന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. എന്ത് ഗുഡ് തോട്ടാ. തോട്ടോ? ആ തോട്ട്. തോട്ടോ അല്ല തോട്ട് തോട്ട്. തോട്ട് ചിന്ത ചിന്ത ചിന്ത. ക്രിയേറ്റീവ് തോട്ട്. ഞാൻ എന്താ വിചാരിച്ചെന്നറിയാം, വാഴപ്പിണ്ടി നേടുമ്പോൾ തോട്ടം വാങ്ങിക്കുന്ന വല്ല കാര്യം. അത് ഞാനും വിചാരിച്ച പെട്ടെന്നതാണ്. പോയേ അഭയൻ ചേട്ടന് ഇതുപോലുള്ള നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും. നേരത്തെ ഇങ്ങനെ തോന്നിയതിന് 4 ലക്ഷം രൂപ പോയി. ഇതിനും എങ്ങനെ ആയാലും ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഇറക്ക് വരും. അല്ല അത് അളിയ വേറൊരു കാര്യമുണ്ട്, നമ്മളിൽ കാശ് വരുമ്പോഴേ ഇങ്ങനെയുള്ള ചിന്തകൾ വരുള്ളൂ. വരും. അതാണ് ആ കാശ് തീരുമ്പോ അത് പോയി. മാറുകയും ചെയ്യും. ഇപ്പം കൊള്ളാം വാഴപ്പിണ്ടി. ഈ വാഴപ്പിണ്ടിന്ന് കേക്ക് ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. വേണം. അങ്ങനെ ഇവിടെ വന്നത് ഞാൻ. അങ്ങനെയാണ് ഇവിടെ വന്ന് വെട്ടത് ഇപ്പൊ അവന്റെ മുമ്പേ. എന്റെ അഭയൻ ചേട്ടാ, എന്റെ ചിറ്റപ്പൻ ഡെപ്യൂട്ടി സെക്രട്ടറിയാ. ഞാൻ പറഞ്ഞു ശരിയാക്കി തരാം. അങ്ങേർക്ക് ഭയങ്കര ഹോൾഡ് അല്ലേ അവിടെ. നിസ്സാര കാര്യല്ലേ. പുള്ളി ഈ വകുപ്പിലാണോ? ഭക്ഷ്യസുരക്ഷാ വകുപ്പിലാണ്. ഭക്ഷ്യസുരക്ഷയല്ല, പക്ഷെ ആൾക്ക് നല്ല ഹോൾഡ് ഉണ്ട് അവിടെ. ആണോ? ആ ഞാൻ പറഞ്ഞു ശരിയാക്കി തരാന്നേ. എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഏതായാലും ഒരു ഭാഗ്യമായി. എന്തായാലും പൊന്നാളിയ വന്ന ടൈം കൊള്ളാം. അല്ലെങ്കിൽ ഒരു 15,000 രൂപ പുട്ടുപോലെ ക്ലീറ്റസിന്റെ പോക്കറ്റിൽ. അത് എന്നാലും കൂടെ പഠിച്ചവനൊക്കെ ഇങ്ങനെ പാര വെക്കുക എന്ന് പറഞ്ഞു കേട്ടോ. നമ്മള് കഥകളി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അവന് കൂടെ പഠിച്ചവനെന്നോ കൂടെ പിറപ്പൊന്നുമില്ല, എവിടെ കിട്ടിയാലും അവൻ താങ്ങും. അതാണ് അവന്റെ ഒരു പ്രകൃതം. മഹാപന്ന തരിയുടെ പരിപാടി. എന്താ അമ്പിളി ചേട്ടാ, അഭയ ചേട്ടാ, വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങേരുടെ ഗതികേടോണ്ടാ. ഈ അമ്മയ്ക്ക് കിട്ടുന്ന 5,000 രൂപ പെൻഷൻ, തങ്കം ചേച്ചി തയ്ച്ചുണ്ടാക്കണ 2,000 രൂപ. ഇതുകൊണ്ട് അവർ ഇങ്ങനെ കുടുംബം പുലർത്തി പോവാനാ? തങ്കം ചേച്ചി ആണെങ്കിൽ അഭിമാന പ്രശ്നം കൊണ്ടൊന്നും പറയില്ലാന്നേ. അത്രേ ഉള്ളൂ, അല്ലാതെ ഈ പറയണ പോലെ ഒന്നുമില്ല. എന്റെ പൊന്നളിയ, നാട്ടിൽ എന്തുമാത്രം ജോലി. പിന്നെ ഇപ്പൊ കൂലിപ്പണിക്ക് പോയാലും 1,000 രൂപ. എന്തിന് ഒരു കട ഇട്ടുകൂടി? 500-600 കിട്ടൂടി. പിന്നെ അങ്ങനെ ജീവിച്ചൂടെ അവന് സുഖമായിട്ട്? അതൊന്നും അല്ല. കതറിട്ട് കഴിഞ്ഞാൽ പിന്നെ മേലനങ്ങാൻ തോന്നുമോ? അത്രേ ഉള്ളൂ. ഏത് ചുമ്മാ ഇരടെ. എന്നാലും വല്ലാത്തൊരു പരിപാടിയായിപ്പോലെ അവൻ കാണിച്ചേ. അവനൊരു വാക്ക് പറഞ്ഞിട്ട് പോക്കൂടായിരുന്നു. അവൻ ATM അറിഞ്ഞൂടെ നമ്മളടുത്ത് പറഞ്ഞാൽ നമ്മൾ കൂടെ വരില്ല. ഇനിയിപ്പോൾ ഏത് ATM എന്ന് പറഞ്ഞാൽ അന്വേഷിക്കും. എത്ര ATM ഇപ്പോൾ തന്നെ ആയെന്നറിയാമോ? പണ്ട് ATM-ൽ കയറി ഇറങ്ങി നമുക്ക് അടുത്ത ജംഗ്ഷൻ പോയാലോ? അടുത്ത ജംഗ്ഷൻ ATM തന്നെ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങിയില്ല ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം ചെല്ലണത് ഒരിടത്ത് തന്നെ. ഇവിടെ ഉള്ള എല്ലാ ATM ആയി. ഇനി ഒരു ATM-ലും പോകാനൊന്നും. എന്ത് പണിയാണളിയാ നീ കാണിച്ചത്? നീ ഒരു വാക്ക് പറയണ്ട. ഞാൻ ഇനി ഇവിടെ ഒരു ATM-ലും കയറായില്ലെന്ന്. ചേട്ടാ ഞാൻ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. അവിടെ ആ മൂലയിലുണ്ടായിരുന്നു ഞാൻ. നീ അതിന്റെ മൂലയ്ക്ക് വിളിച്ചു നിന്നല്ലേ? ഞാൻ കാശെടുക്കല്ലായിരുന്നോ? ഒരു മിനിറ്റ് ഇവിടെ നിൽക്കണേ. നീക്കൊന്നേ ഉണ്ണികൃഷ്ണ അവിടെ നിൽക്കും. എന്താ ഈ കാര്യങ്ങളൊക്കെ? ഞാനാകെ ടെൻഷൻ അടിച്ചു പോയി. നീ ഇനി വഴിതെറ്റി എവിടെയെങ്കിലും 10,000 രൂപയുണ്ട്. അല്ലടിയാ, നമ്മള് 15 നടരാജന് കൊടുക്കാന്ന് പറഞ്ഞത്. അതെ അതെ, അത് നടരാജന് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇത് നടരാജനുള്ളതല്ല, ഇത് നിനക്കുള്ളതാണ്. എനിക്കെന്തിന് കാശ്? എനിക്ക് കാശൊന്നും വേണം. ചുമ്മാ അല്ല, അതൊന്നും കുഴപ്പമില്ല. അല്ല,
നടരാന് കൊടുക്കാനുള്ള 15 രൂപ മതി. എനിക്ക് പൈസ വേണ്ടല്ലേ, ആളിന്റെ പേപ്പർ ശരിയാക്കണ്ടേ? സെക്രട്ടറിയലിന്റെ പേപ്പറല്ലേ? ആ. അതൊക്കെ നമ്മുടെ രാഖിയുടെ ചിറ്റപ്പൻ അവിടെ ഉണ്ട്, അങ്ങനെ ശരിയായിക്കോളൂ. ഏത് രാഗി? ഓ, നമ്മുടെ അമ്മിളിക്കുണ്ട ഭാര്യ രാഖി. അതെ, അവര് ശരിയായിക്കോളും. ഈ കാശ് നിന്റെ വട്ടച്ചെലവിനുള്ള കേട്ടോ, വെച്ചോ, വിഷമിക്കണ്ട. നമ്മൾ ഒരുമിച്ച് എത്രയോ വർഷങ്ങൾ സ്കൂളിൽ പഠിച്ചതാ. അപ്പം പിന്നെ കാണാം. Alien versus Alien.